നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റ് ഒന്നല്ലീ നാം. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. കടമ്മനിട്ട രാമകൃഷ്ണൻ രചിച്ച കുറത്തി എന്ന കവിതയിൽ നിന്നാണ് നിങ്ങൾ ഓർക്കുക എന്ന കാവ്യഭാഗം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. ഒന്നല്ലീ നാം 1999 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നാരായൻ്റെ ശ്രദ്ധേയമായ നോവലാണ് കൊച്ചരേത്തി. കേരളത്തിലെ ആദിവാസി വിഭാഗമായ മലയരന്മാരുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണിത്. ഇതിൽ നിന്നാണ് പ്രവേശകമെടുത്തിരിക്കുന്നത്. എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു, പക്ഷേ ഞങ്ങൾ എന്നും അധ്വാനികളാണ്. മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ്. 100% മലയുടെ മക്കൾ, മലയുടെ അരജന്മാർ. ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ്. പരിഷ്കാരം അങ്ങനെയാണല്ലോ. മലയോരത്ത് വീടുകെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകളില്ലായിരിക്കാം, മനം മയക്കുന്ന ചതി നിറഞ്ഞ വാചകശൈലി ഇല്ലായിരിക്കാം. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത സമ്പ്രദായങ്ങളുണ്ട്. കൊച്ചരേത്തി നാരായൺ. പുറംമോടികളാണോ ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണയിക്കുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യുക. പരിഷ്കൃതം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ മോടിയിൽ വസ്ത്രധാരണം ചെയ്യുക, എടുപ്പും നടപ്പും ആ രീതിയിലായി തീരുക, വൈറ്റ് കോളർ ജോബ് ഉണ്ടായിരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. ഇവിടെ പറയുന്നത് പോലെ സുന്ദരമായ ഉടയാടകളില്ല, ചതി നിറഞ്ഞ വാചകശൈലി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നല്ല ജീവിത സമ്പ്രദായമുണ്ട് എന്ന് പറയുന്നിടത്താണ് കാര്യമുള്ളത്. പുറമോടിയല്ല പരിഷ്കാരം എന്ന വാക്കിനെ അർത്ഥവത്താക്കുന്നത് എന്നാണ് സൂചന. മനുഷ്യൻ്റെ അധ്വാനമാണ് അവനെ മഹത്വവൽക്കരിക്കുന്നത്. എല്ലാ തൊഴിലിനും തുല്യ പ്രാധാന്യമാണുള്ളത്. പരിഷ്കൃത സമൂഹത്തെ നിർണയിക്കുന്നത് ഒരിക്കലും പുറമോടികളല്ല എന്നർത്ഥം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. കടമ്മനിട്ട രാമകൃഷ്ണൻ. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. 1935 പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. നാടോടി കലാരൂപങ്ങളുടെ താളം കവിതയിൽ കൊണ്ടുവന്ന അദ്ദേഹം ആധുനിക രചനാശൈലിയുടെ വക്താവുമായി. മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു കടമ്മനിട്ടയുടെ കവിതകൾ. കേരള നിയമസഭാംഗമായും കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അധ്യക്ഷനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ കുറത്തി, കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത്, മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, ഗോദോയെ കാത്ത്, സാമുവൽ ബക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിൻ്റെ വിവർത്തനമാണിത്. സൂര്യശില, ഒക്ടോവിയോ പാസിൻ്റെ സൺസ്റ്റോൺ എന്ന കൃതിയുടെ വിവർത്തനം, കോഴി, കാട്ടാളൻ, ചാക്കാല, ഒരു പശുക്കുട്ടിയുടെ മരണം, ശാന്ത. കടമ്മനിട്ടയുടെ കവിതകൾ എന്ന കൃതിക്ക് ആശാൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിക്കുകയുണ്ടായി. 2008 അദ്ദേഹം അന്തരിക്കുന്നത്. കവിത തുടങ്ങുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന വരികൾ കൂടി നോക്കാം. സുഖസൗകര്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വിയർപ്പുണ്ട്, അത് ഓർമ്മ വേണം, ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും. ഏതൊരു സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിലും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അധ്വാനമുണ്ട്. ആ അധ്വാനിച്ചവരുടെ വിയർപ്പ് ആ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഊർജമായിട്ടുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ വേരുകൾ നമുക്ക് നേരെയുള്ള ചോദ്യങ്ങളായി തീരും എന്നാണ് പറയുന്നത്. അധ്വാനിക്കുന്നതിലാണ് മഹത്വമുള്ളത്. ആ മഹത്വത്തെ നമ്മൾക്കൊരിക്കലും കാണാതിരിക്കാൻ സാധിക്കില്ല. ആ അധ്വാനത്തെ എന്നും മാനിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ വരികളിലുണ്ട്. നമ്മൾ എത്ര സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോഴും ആ സുഖസൗകര്യങ്ങൾക്ക് പിന്നിൽ, ആ സൗകര്യങ്ങൾക്കു പിറകിൽ എത്രയോ പേരുടെ അധ്വാനമുണ്ട്, ത്യാഗമുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. ഇനി കവിതയിലേക്ക് വരാം. നിങ്ങൾ ഓർക്കുക. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കുറത്തി എന്ന കവിതയിൽ നിന്നാണ് ഈ കാവ്യഭാഗം എടുത്തിരിക്കുന്നത്. ആധുനിക മലയാള കവിതയും നാടൻ താളക്രമവും സമന്വയിപ്പിച്ച കവിതയാണ് കുറത്തി.
ശക്തമായ ചോദ്യങ്ങളുമായി വരുന്ന കുറത്തി സമൂഹത്തിൻ്റെ അധികാര മേധാവിത്വത്തിനെതിരായി നിലകൊള്ളുന്നു. അധികാരത്തെ നിശിതമായി ചോദ്യം ചെയ്യുന്ന കവിതകളിൽ കുറത്തി എന്ന കവിത മുന്നിട്ട് നിൽക്കുന്നു. കരിയിലാഞ്ചി കാട്ടിൽ നിന്നും കാട്ടുകിഴങ്ങിൻ്റെ വള്ളി പോലെ എത്തുന്ന കുറത്തി അധികാരികളെ ചോദ്യം ചെയ്യുന്നതാണ് പാഠഭാഗം. കവിത വായിക്കാം. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നു, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. പരിഷ്കൃതർ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ മേലാളരായ ആളുകൾ, അവരിൽ നിന്നും മാറ്റി നിർത്തലിനോടൊപ്പം മർദ്ദനവും മറ്റു ശിക്ഷകളും ഏൽക്കേണ്ടി വന്ന വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് കവിതയിലെ കുറത്തി. പൂർവികരായ അവരുടെ ആളുകൾ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെയും ചൂഷണങ്ങളെയും യാതനകളെയും ഓർത്തുകൊണ്ട് അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് കുറത്തി. കറുത്ത മക്കൾ എന്നാണ്, അവിടെ ജാതിയാണ്. കറുത്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ പിറന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നു, മണ്ണിൽ പണിയെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നതിനോടൊപ്പം ഒരുപാട് ശിക്ഷകളും പീഡനങ്ങളും ചൂഷണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കറുത്ത മക്കളെ നിങ്ങൾ എന്തു ചെയ്തു? ചുട്ടു തിന്നോ? അല്ലെ, ഒരുപാട് ജീവരക്തം ഒഴുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കണ്ണുകൾ, നിറഞ്ഞ കണ്ണുകളെ ചൂഴ്ന്നെടുക്കുന്നു. ദയനീയതയും ദാരിദ്ര്യവും നിറഞ്ഞ അവരുടെ ജീവിതാവസ്ഥയെ പരമാവധി ചൂഷണം ചെയ്തിട്ടുണ്ട് ഈ പരിഷ്കൃതർ എന്ന് വിളിക്കുന്നവർ. ഞങ്ങളുടെ കുഴിമാടം പോലും നിങ്ങൾ കുളം തോണ്ടി, ഞങ്ങൾക്ക് അന്ത്യവിശ്രമത്തിനുള്ള മണ്ണ് പോലും ഞങ്ങളിൽ നിന്ന് നിങ്ങൾ തട്ടിപ്പറിച്ചു. നിങ്ങൾ ഓർക്കണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളായത് എന്ന്. മുമ്പ് പറഞ്ഞ പോലെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ഉയർച്ച. ആ ഉയർച്ച എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഓരോ സമൂഹത്തിൻ്റെയും ആഴത്തിലുള്ള വേരുകൾ. ആ വേരുകൾ മറന്നു പോകരുത് എന്ന് നമ്മൾ കണ്ടു. കാട്ടുവള്ളി കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ, ഞങ്ങൾ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്തു തന്നു. കാട്ടുവള്ളി കിഴങ്ങിൽ നിന്ന് ആ കിഴങ്ങ് ചുട്ടു തന്നു. തെളിനീരായിട്ടുള്ള ചോലകളിലൂടെ ഒഴുകുന്ന തെളിനീര് നിങ്ങൾക്ക് പകർന്നു തന്നു. പിന്നെ പൂത്ത മാമര ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ. നിങ്ങൾ പൂത്ത മാമരച്ചോട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത്, മയങ്ങുന്ന സമയത്ത് ഞങ്ങൾ കണ്ണു ചിമ്മാതെ നിങ്ങൾക്ക് കാവൽ നിന്നു. ഞങ്ങൾ കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ. പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ. വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ. നിങ്ങൾ ഓർക്കുന്നോ? ഇവിടെ കുറത്തി രോഷം കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് മറന്നുപോയിട്ടുള്ളത്? ഒരു കാലത്ത് നിങ്ങൾക്ക് കാവലാളായിരുന്നു ഞങ്ങൾ. എന്ന് വെച്ചാൽ ജീവന് പോലും സുരക്ഷ നൽകുന്ന തരത്തിലുള്ള കാവലാളുകളായിരുന്നു ഞങ്ങൾ. മൃഗങ്ങളിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിങ്ങളോട് നേർത്ത് വന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ എതിരിട്ട് വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി ആ മൃഗങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾ തന്നെ പുലിയുടെ കൂർത്ത പല്ലിൽ കുടുങ്ങിപ്പോയി. ഞങ്ങൾ സ്വയം ബലിയാടാവുകയായിരുന്നു. പിന്നീട് ആ കൂർത്ത പല്ലിൽ നിന്ന് വില്ലുമായി, പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നു. നിങ്ങളത് ഓർക്കുന്നോ എന്ന് ചോദിക്കുന്നിടത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പോരാടി നേടിയ കരുത്തുണ്ട് തങ്ങൾക്ക്. ആ കരുത്തിൻ്റെ കീഴിൽ നിങ്ങൾ മേലാളർ അല്ലെങ്കിൽ പുതിയ സമൂഹം, പരിഷ്കൃത സമൂഹം സുഖിച്ചു ജീവിച്ചല്ലോ. എന്നും തങ്ങളുടെ കാവലിലാണ് നിങ്ങൾ സുരക്ഷിതരായിരുന്നത് എന്ന് കുറത്തി പറയുന്നു. ഇവിടെ സഹിച്ച് നെല്ലിപ്പടിയോളം ക്ഷമിച്ചു ഞങ്ങൾ, ഇനി അതുണ്ടാവില്ല എന്നൊരു സൂചന കൂടിയുണ്ട്. ആ അധികാരികളോടുള്ള ചോദ്യം ചെയ്യലാണിത്. ഇവിടെ പറയുന്നത്, നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഞങ്ങൾക്ക് അതില്ലാതെ ആകുമ്പോൾ, ഞങ്ങൾക്ക് തിരിച്ചത് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളിൽ ഉള്ള കരുത്ത് ആളിപ്പടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയും ഈ അടിമത്തം സഹിക്കാനാവില്ല എന്ന് തന്നെയാണ് കുറത്തി ഉറക്കെ വിളിച്ചു പറയുന്നത്.
മാത്രമല്ല അതിനെതിരെ പോരാടാൻ തന്നെ ഒരുങ്ങുന്നുമുണ്ട്. അല്ലേ? കൂർത്ത പല്ലിൽ നിന്ന് ഞങ്ങൾ കോർത്തുപോയി, എങ്കിലും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നു. ആ ഊർജം ഞങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ, ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വച്ചില്ലേ, മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാലു നിറച്ചു തന്നില്ലേ, ഞങ്ങൾ മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ. വീണ്ടും കുറത്തി ഓർമ്മിപ്പിക്കുകയാണ്, വന്യമായ കാടിനെ എല്ലാം മെരുക്കി തന്നത് ഞങ്ങളാണ്. കാരണം സമൂഹം പരിഷ്കൃതമാകുമ്പോൾ കാടും മേടും മലകളും ഒക്കെ വെട്ടി നീക്കപ്പെട്ടു. അങ്ങനെയുള്ള വന്യമായ കാടുകളെ മെരുക്കി തന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പരിഷ്കൃതമായൊരു സമൂഹം ഉയർന്നു വരുമായിരുന്നില്ല. നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്ന കാഴ്ച തന്നു ഞങ്ങൾ, കാഴ്ച വെച്ചു ഞങ്ങൾ. അതുപോലെ കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്ന് പാലു നിറച്ചു തന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായാണ് ഉണ്ടായത്. മരം മുറിച്ച് പുല്ലുമേഞ്ഞ് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള കൂര ഞങ്ങൾ ഒരുക്കി തന്നു. കൂര എന്നാൽ ചെറിയ വീട് എന്നാണ് അർത്ഥം. എന്നാലും ഒരു സമൂഹം കൂട്ടായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനു മുമ്പുള്ള കഷ്ടപ്പാടുകളും അവർ തരണം ചെയ്ത ദുർഘടമായിട്ടുള്ള പാതകളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു സമൂഹം ഉയർന്നു വരുന്നതിന് പിന്നിൽ എത്രയോ പേരുടെ വിയർപ്പുണ്ട്, ജീവരക്തമുണ്ട് എന്നുള്ള സൂചന ഇവിടെയുണ്ട്. പിന്നെ മലയൊരുക്കി ചെളി കലക്കി മുള വിതച്ച് പദമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ, കതിരിൻ കാള കെട്ടി കാട്ടുദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ. കുറത്തി പറയുന്നു, കാട്ടുമണ്ണിനെ മെരുക്കി കൃഷിയൊരുക്കി വിളവെടുത്ത് പശുവിനെ മേച്ച് പാൽ കറന്നു തന്നു നിങ്ങൾക്ക്, പുല്ലരിഞ്ഞ് പുരമേഞ്ഞതെന്നും പ്രാർത്ഥിക്കാൻ ദൈവത്തെ ഒരുക്കിയും നിങ്ങൾക്കായി ജീവിച്ചവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നാണ്. ഇതൊക്കെ ചെയ്തു തന്നു അല്ലേ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവത്തെ പോലും ഞങ്ങൾ ഒരുക്കി തന്നു. തിറയെടുക്കുക എന്നുള്ളത് തെയ്യം പോലെ തന്നെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്, ദൈവപ്രീതിക്കായി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക്, അതായത് വിശ്വാസവും നിങ്ങളോടൊപ്പം നൽകിയത് ഞങ്ങളാണ് അല്ലേ? അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പോലും ഞങ്ങൾ ചെയ്തു തന്നു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് അന്നം എവിടെ? അന്നം, ഭക്ഷണം, ഇത്രയെല്ലാം സുഖസൗകര്യങ്ങൾ ഒരുക്കി തന്ന ഞങ്ങൾക്ക് ഒരു നേരത്തെ അന്നത്തിന് പോലും അർഹതയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എവിടെ ഞങ്ങളുടെ കരിപുരണ്ട മെലിഞ്ഞ പൈതങ്ങൾ? അവർക്ക് അന്നമെവിടെ? നാണമെവിടെ? അന്തി കൂടാൻ ചേക്ക എവിടെ? അന്തിവെട്ട തിരികൊളുത്താൻ എണ്ണ എവിടെ? ഇത്രയൊക്കെ ചെയ്ത തങ്ങളുടെ വർഗത്തിന് എന്താണ് പ്രതിഫലമായി ലഭിച്ചിട്ടുള്ളത്? പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ആ കാലഘട്ടത്തെ കുറത്തി ഈ കവിതയിലൂടെ കൃത്യമായി ആവിഷ്കരിക്കുന്നുണ്ട്. ഒരു കാലത്ത് പരിഷ്കൃത ജനതയ്ക്ക് കാവലായും കരുതലായും കൂടെ ഉണ്ടായിരുന്നു. അത് തിരസ്കരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്ന് കുറത്തി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് എന്ന കുറത്തയുടെ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നിങ്ങൾക്കു നേരെ പാഞ്ഞെടുത്ത എല്ലാ ക്രൂരതകളെയും എതിർക്കാനും സംരക്ഷിക്കാനും ഞങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ചേക്കേറാനുള്ള ഇടം കൂടി നിങ്ങൾ ഇല്ലാതാക്കി. ഞങ്ങൾക്ക് അന്നവും സുരക്ഷയും നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ ബാധ്യതയുള്ളവരാണ് ഇന്നത്തെ സമൂഹമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കാവ്യഭാഗം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. കണ്ടെത്താം, പറയാം. സമൂഹത്തോട് കവി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാം? കവിത വായിച്ച് കണ്ടെത്തി അവതരിപ്പിക്കുക. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളോടെയാണ് കവിത ആരംഭിക്കുന്നത്. കറുത്ത മക്കൾ എന്ന വിശേഷണം കവിതയിൽ ഏറെ ശക്തമാണ്. സമൂഹം മനുഷ്യനെ വർഗം, ജാതി, തൊഴിൽ എന്ന നിലയിൽ വേർതിരിക്കുന്നത് ന്യായമാണോ?
ദാരിദ്ര്യവും അനീതി നിറഞ്ഞ ജീവിതം അനുഭവിക്കുന്നവരോട് സമൂഹം എന്തുകൊണ്ട് അനാസ്ഥ കാണിക്കുന്നു എന്നീ ചോദ്യങ്ങൾ പരിഷ്കൃത സമൂഹത്തോടുള്ളതാണ്. ഞങ്ങളുടെ കരിപുരണ്ട മെലിഞ്ഞ പൈതങ്ങൾ എവിടെയെന്നും അവർക്ക് അന്നം എവിടെ എന്ന ചോദ്യത്തിലൂടെ അവരവരുടെ സുഖസൗകര്യങ്ങളിൽ മുഴുകി മറ്റുള്ളവരുടെ വേദനയെ അവഗണിക്കുന്നവരെ കവി ചോദ്യം ചെയ്യുന്നു. കൂടാതെ കരുണ, മാനവികത, സഹജീവനബോധം എന്നിവ നഷ്ടപ്പെട്ട സമൂഹത്തെ കവി പരിഹസിക്കുന്നു. അടുത്ത ചോദ്യം ചർച്ച. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഇങ്ങനെയൊരു ഓർമ്മപ്പെടുത്തലിന് കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം ചർച്ച ചെയ്യുക. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ഉയർച്ച. അവർ എന്നും കാവലായും കരുതലായും കൂടെയുണ്ടായിരുന്നു. അത് തിരസ്കരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്ന് കുറത്തി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് എന്ന കുറത്തിയുടെ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾക്കു നേരെ പാഞ്ഞെടുത്ത എല്ലാ ക്രൂരതകളെയും എതിർക്കാനും സംരക്ഷിക്കാനും ഞങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചേക്കേറാനുള്ള ഇടം കൂടി നിങ്ങൾ ഇല്ലാതാക്കി. ഞങ്ങൾക്ക് അന്നവും സുരക്ഷയും നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബാധ്യതയുള്ളവരാണ് ഇന്നത്തെ സമൂഹമെന്ന ഓർമ്മപ്പെടുത്തലാണ് കാവ്യഭാഗം. സാമൂഹിക നീതി ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും ഈ വരികൾ വിരൽ ചൂണ്ടുന്നു. അടുത്ത ചോദ്യം വിവരണക്കുറിപ്പ്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നു, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. ഈ കാലത്തിൻ്റെ സാമൂഹികാവസ്ഥയുടെ സൂചനയാണ് ഈ വരികൾ. മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് കവിതയിൽ തെളിയുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരണക്കുറിപ്പ് തയ്യാറാക്കുക. ക്ലാസ്സിൽ വികസിപ്പിച്ച സൂചകങ്ങളുടെ സഹായത്തോടെ പരസ്പരം വിലയിരുത്തി മെച്ചപ്പെടുത്തുക. ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം, വ്യവഹാര രൂപം എന്നിവ ശ്രദ്ധിക്കുമല്ലോ. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിത സാമൂഹിക അനീതിയുടെയും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയും ഹൃദയഭേദകമായ ചിത്രം വരച്ചിടുന്നു. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നോ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നോ എന്ന വരികൾ സമൂഹത്തിൻ്റെ ക്രൂരതയെയും നിഷ്ഠൂരമായ വർഗവ്യവസ്ഥയെയും വെളിവാക്കുന്നു. കവി ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ വേദനയും നിലവിളിയും കാവ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നു. സമ്പന്നരും അധികാരികളുമായവർ ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന, അവരെ മനുഷ്യരായി കാണാത്ത ഒരു സമൂഹമാണ് കവി ചിത്രീകരിക്കുന്നത്. കുറത്തിയുടെ ജീവിതം ആഹാരത്തിനായുള്ള പടവാളായും നിത്യ പോരാട്ടവുമാണ്. അവർക്ക് ഭൂമിയില്ല, അഭയമില്ല, സുരക്ഷയില്ല. മനുഷ്യസ്നേഹം, സഹാനുഭൂതി, കരുണ എന്നിവ നഷ്ടപ്പെട്ട സാമൂഹ്യ ഘടനയാണ് കവി തുറന്നു കാണിക്കുന്നത്. സമ്പന്നരുടെ നിശബ്ദതയും താൽപ്പര്യരഹിതത്വവും സമൂഹത്തിൻ്റെ പാപമാണെന്ന് കവി ആരോപിക്കുന്നു. കവിതയിലെ ഭാഷ കരുത്തുറ്റതും വെല്ലുവിളിയാർന്നതുമാണ്. കുറത്തി സമൂഹത്തോട് ചോദ്യം ചെയ്യുന്നു. എൻ്റെ മക്കളെ നിങ്ങൾ ചുട്ടുതിന്നുന്നോ എന്ന അത്യന്തം തീവ്രമായ ചോദ്യം സാമൂഹ്യ നീതിക്കായുള്ള നിലവിളിയായി മുഴങ്ങുന്നു. അടുത്തത് പുസ്തക പ്രകാശനത്തിനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇന്ന് കാണുന്ന സാമൂഹിക പ്രശ്നങ്ങൾ വിഷയമാക്കി രചനകൾ നടത്തുക. ആ രചനകളെല്ലാം സമാഹരിച്ച് പുസ്തക രൂപത്തിൽ പ്രകാശിപ്പിക്കാനാണ് ചോദ്യം. അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പാഠഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്രിയാത്മകമായി രചനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പുസ്തകമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ചൊൽക്കാഴ്ച. നിങ്ങൾ ഓർക്കുക എന്ന കവിത സംഘം ചേർന്ന് ചൊൽക്കാഴ്ചയായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ചൊൽക്കാഴ്ച എന്ന് വെച്ചാൽ കവിത അഭിനയ മികവോടുകൂടി ചൊല്ലി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. താളവും ഈണത്തിനോടൊപ്പം അവതരണ ശൈലിക്ക് കൂടി ഇവിടെ പ്രാധാന്യമുണ്ട്. രംഗസജ്ജീകരണവും വേഷവിധാനത്തോടൊപ്പം ഈ കവിത വളരെ രസകരമായി ചൊല്ലാവുന്ന ഒന്നാണ്. ചടുലതയോടുകൂടിയുള്ള താളമാണ് കവിതയ്ക്ക് ഏറ്റവും യോജിക്കുക. ആ രീതിയിൽ കവിത അവതരിപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം ഇരുള ഗോത്രത്തിലെ ഒരു കവിതയാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗോത്ര ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്? ഗോത്രഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്?
ഒരേ അർത്ഥതലമുള്ള പദങ്ങൾ 2 ഭാഷയിൽ നിന്നും കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇതര ഗോത്ര ഭാഷാ പദങ്ങൾ ശേഖരിച്ച് സമാനാർത്ഥമുള്ള മലയാള പദങ്ങൾ കണ്ടെത്തുമല്ലോ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലുള്ള ഇരുളരുടെ ഗോത്ര കവിതയാണിത്. സമൂഹത്തിൻ്റെ സാമൂഹിക മാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വെളിയെ എന്ന കവിത. ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ ഒരു വ്യക്തി ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ പുറത്താക്കപ്പെടുന്നു എന്ന് കവിതയിലൂടെ വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകളിലൂടെയും സഞ്ചരിക്കേണ്ടതായി വരും. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ചിലർക്ക് പുറത്തു നിൽക്കേണ്ടതായി വരും. അതേസമയം ചിലർ വിജയം നേടിയ പോലെ അകത്തേക്ക് നടന്നു കയറി മുന്നോട്ട് പോകുന്നതും കാണാം. അങ്ങനെ പല രീതിയിൽ പുറത്താക്കപ്പെടുന്ന ഓരോരുത്തരെയും ഈ കവിത അഭിസംബോധന ചെയ്യുന്നു. ജനിച്ച സ്ഥലം കൊണ്ട്, വംശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, ശരീരത്തിൻ്റെ പേരിൽ തുടങ്ങി ലിംഗഭേദങ്ങളിലടക്കം പുറത്താക്കപ്പെട്ടവരുണ്ട്. ലിംഗഭേദങ്ങളിലെ സ്ത്രീ പുരുഷ സമത്വം നിലകൊള്ളുന്നത് എങ്ങനെയാണെന്നും അവയിലെ ഇരട്ടത്താപ്പ് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ ഓരോ നിമിഷവും പുറത്താക്കലിന് വിധേയമായി മാറുന്നത് എന്നും കവിതയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ മൊഴിമാറ്റം സംഭവിക്കുമ്പോൾ, മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് കാണുന്നത്? പദത്തിലും വാക്യഘടനയിലും മാറ്റം വരുന്നതായി കാണാം. ഒരേ അർത്ഥതലമുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെളിയെ പുറത്തേക്ക്, ഉള്ളേ ഉള്ളിൽ, മാസത്തി മാസത്തിൽ, നാള് നാൾ, ഇനി ഇനി. ഇതുപോലെയുള്ള പദങ്ങൾ നമുക്ക് ഇനിയും കണ്ടെത്താവുന്നതാണ്. കൂടാതെ ഇതുപോലെയുള്ള ഗോത്ര കവിതകൾ വായിച്ച് സമാനാർത്ഥമുള്ള മലയാള പദങ്ങൾ കൂടി കണ്ടെത്താവുന്നതാണ്. കാവ്യഭാഗത്തിൻ്റെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.